നമസ്കാരം. ഗ്ലോബൽ മെല്ലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK യൂണിവേഴ്സിറ്റികൾ മലയാളികൾ മാത്രമാണ്, അല്ലെ ഇന്ത്യക്കാർ മാത്രമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അതൊരു തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ UK നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരായ ദ ഫോർത്ത് എന്ന് പറഞ്ഞ ചാനൽ, അങ്ങനെ ഒരുപാട് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അതിനനുസരിച്ച് നാട്ടിൽ നിന്നുള്ള ആളുകളെല്ലാം പറയുന്നു ഇവരെല്ലാം UK പോയി പഠിക്കുന്ന തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റികളാണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ പലരും പറയുന്നുണ്ട്. അല്ലെ അവിടെ ഇംഗ്ലീഷുകാരെ കാണാറില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പഠിക്കുന്ന മറ്റ് രാജ്യക്കാരെ കാണാറില്ല, എല്ലാം കൂടുതലും ഇന്ത്യക്കാരാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പല ആളുകളും സംസാരിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ്, വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ നമ്മൾ പഠിക്കുന്ന മലയാളികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകളിൽ ഇംഗ്ലീഷുകാരെ കാണാത്തത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാനിന്ന് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത്, എന്തുകൊണ്ടാണ് പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കുമ്പോൾ മെജോറിറ്റിയും ക്ലാസ് റൂംസിൽ കൂടുതലും ഇന്ത്യക്കാരെ മാത്രമേ കാണാറുള്ളൂ, ഇംഗ്ലീഷുകാരെ ആരെയും കാണാറില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അങ്ങനത്തെ രീതിയാണ്. അതായത് ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതി പറയുന്നതൊക്കെ രീതി പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയിൽ നിന്ന് സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, UK ഒരു യൂണിവേഴ്സിറ്റി ആവണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ആവാനുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ, അതിനുള്ള കൃത്യമായ ഗൈഡ് ലൈൻസ് പാലിച്ചാൽ മാത്രമേ അവർക്കൊരു യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ UK എല്ലാ യൂണിവേഴ്സിറ്റികളും കൃത്യമായ ഗൈഡ് ലൈൻസോട് കൂടെ തന്നെ നിലനിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. പക്ഷേ പലരും പറയുന്നു എന്തുകൊണ്ട് UK ക്ലാസ് റൂമുകളിൽ ഇംഗ്ലീഷുകാരെ കാണുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്കാർ മാത്രം പഠിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് നമുക്കൊരു കേസ് സ്റ്റഡി എടുക്കാം. ആ കേസ് സ്റ്റഡിയിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ് സ്റ്റഡി ഞാനിവിടെ കാണിക്കാം. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരാളുടെ UK എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന, ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇതിനകത്ത് ആദ്യം പഠിച്ചേക്കുന്നത് BTech ലെവൽ 3. BTech ലെവൽ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് A ലെവൽസ് എന്ന് പറഞ്ഞാണ് ഇവിടുത്തെ ഒരു രീതി. A ലെവൽസിന് പകരം A ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ +1 +2 അങ്ങനെ, എൻ്റെ ഇഫ് ഐ എം നോട്ട് റോങ് അതാണ് A ലെവൽസ്. അപ്പം എനിക്ക് പിള്ളേരൊന്നും ഇല്ല, അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ അറിയാവുന്ന പിള്ളേരുടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് വെച്ച് A ലെവൽസ് അങ്ങനെയാണ്. A ലെവൽസ് കിട്ടാത്ത, അല്ലെങ്കിൽ A ലെവൽസ് വേണ്ടാത്ത ആളുകൾക്ക് BTech എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. BTech എടുത്തുന്ന, അപ്പോൾ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ വ്യക്തി ഇതുണ്ട്, ലീഡ്സ് കോളേജ് ഓഫ് ബിൽഡിങ്സിൽ, ഇപ്പോൾ ലീഡ്സിലുള്ള തന്നെ ഒരാളാണ്. BTech ലെവൽ 3 പഠിച്ചതാണ്. അപ്പം BTech പഠിച്ച് ചെയ്തതിനകത്ത് ബിൽഡിംഗ് സർവീസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിനകത്ത് BTech ലെവൽ 3 പഠിച്ചാണ്. അങ്ങനെ BTech ലെവൽ 3 പഠിച്ചു. അത് എന്ത് പഠിച്ചു? HNC പഠിച്ചു. HNCയും ബിൽഡിംഗ് സർവീസ് ആൻഡ് എഞ്ചിനീയറിംഗ് 2019 to 2020 ആണ്. അപ്പം 19, 20, 21 2 വർഷം കൊണ്ട് അത് പഠിച്ചു. അത് കഴിഞ്ഞ് HND പഠിച്ചു. അതും ബിൽഡിംഗ് സർവീസ് എഞ്ചിനീയറിംഗിൽ 2021 to 2022 പഠിച്ചു. അത് കഴിഞ്ഞ് 2022 to 2024, അതായത് 2022, 23, 24. പിന്നെ അത് കഴിഞ്ഞിട്ട്, അതായത് ഈ ഹയർ നാഷണൽ ഡിഗ്രി ഒക്കെ ഉള്ള ആളുകൾക്ക്, അല്ല ഹയർ നാഷണൽ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് ഫസ്റ്റ് ഇയർ പഠിക്കാതെ തന്നെ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ പഠിക്കുക. അങ്ങനെ 2 വർഷം കൊണ്ട് ഈ പറയുന്ന വ്യക്തി ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് സയൻസ് ബിൽഡിംഗ് സർവീസ് എഞ്ചിനീയറിംഗിൽ പഠിച്ച് പാസ്സായി. സോ ഈ ആളുടെ തന്നെ ഇപ്പോൾ ഈ ഒരു ഏകദേശം പുള്ളിയുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് 2017 എന്താ പറയുന്നത്, നമ്മുടെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് BTechൽ നിന്ന് 2017 സ്റ്റാർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ എഞ്ചിനീയറിംഗ്, അതായത് ബിൽഡിംഗ് സർവീസസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആവുന്നത്, അതായത് ബാച്ചിലേഴ്സ് പാസ്സാവുന്നത് 2024. സോ നമ്മുടെയൊക്കെ കുട്ടികൾ എന്ത് ചെയ്യും, ഈ 2024 ശേഷമാണ് അവർ ജോലി അന്വേഷിച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ ഓഗസ്റ്റ് 2017 മുതൽ, അതായത് പുള്ളിക്കാരൻ 2017 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് BTechന് ജോയിൻ ചെയ്യുന്നത്. അപ്പം ആ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ +2 ഒക്കെ പഠിക്കുന്ന ആ കാലഘട്ടം മുതൽ പുള്ളിക്കാരൻ ഒരേ ഒരു കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനിയിൽ ഇപ്പോൾ 7 വർഷം 5 മാസമായിട്ട് പുള്ളിക്കാരൻ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. സോ പുള്ളിക്കാരൻ ആദ്യം ഈ BTech പഠിക്കുന്ന സമയത്ത് 2 വർഷം പുള്ളിക്കാരൻ അപ്രൻറ്റീസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു.
അപ്രൻറ്റീസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന് ശേഷം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, 2019 അത് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ ജൂനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി. അത് കഴിഞ്ഞിട്ട് ഹയർ നാഷണൽ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇൻ്റർമീഡിയറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി. അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷം 2023, അതായത് നമ്മുടെ ബിടെക് അതായത് ബാച്ചിലേഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരനെ ഇൻ്റർമീഡിയറ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൽ നിന്ന് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് പ്രൊമോട്ട് ചെയ്തു. സോ ഇതൊരു ഈസി കേസ് സ്റ്റഡിയാണ്. അതായത് ഈ പറയുന്ന ആൾ ഫുൾ ടൈമായിട്ട് ഒരു കമ്പനിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ അപ്രൻറ്റീസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അതായത് ഒരു എഞ്ചിനീയർ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടാണ്, ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, പുള്ളിക്കാരൻ്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാം അച്ചീവ് ചെയ്യുന്നത്. സോ മെജോറിറ്റി ഉള്ള ആളുകളും അവർ ഗ്രാജുവേറ്റ് ആവുന്ന സമയത്ത് ഇപ്പോൾ ഈ പയ്യൻ തന്നെ 2024 ഗ്രാജുവേറ്റ് ആയപ്പം പുള്ളിക്കാരന് ഏകദേശം ഒരു 6.5 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് ഗ്രാജുവേറ്റ്, ഫ്രഷ് ഗ്രാജുവേറ്റ്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഈ ആൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 6.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഈ റിയാലിറ്റിയാണ് UK സംഭവിക്കുന്നത്. UK ഒന്നാമത്തെ കാര്യം, ഒത്തിരി പഠിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ പഠിക്കുന്ന ആളുകൾ തന്നെ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലേക്ക് മാറുന്ന ആളുകളും ഈ ഒരു രീതിയിലാണ് എഡ്യൂക്കേഷനെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷൻ സ്ട്രൈറ്റ് അപ്രോച്ച് ചെയ്യുമല്ല, അവരൊരു കമ്പനിയിൽ അപ്രൻറ്റീസായിട്ട് കയറി ആ അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ കൂടെ പണി പഠിച്ചുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, പണി പഠിക്കുന്നു, പാരലി അവരെന്ത് ചെയ്യുന്നു, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂട്ടുന്നു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടുമ്പം ജോലി പ്രൊമോഷൻ കിട്ടുന്നു. അവിടുന്ന് പിന്നെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂട്ടുന്നു, പ്രൊമോഷൻ കിട്ടി അടുത്ത ലെവലിലേക്ക് പോകുന്നു, പിന്നെയും കൂട്ടുന്നു, പിന്നെ പ്രൊമോഷൻ കിട്ടുന്നു. അങ്ങനെ ലാസ്റ്റ് ഈ പറയുന്ന നമ്മുടെ ഗ്രാജുവേറ്റ് ആവുന്നു. അങ്ങനെ ഈ ഗ്രാജുവേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്രാജുവേറ്റ് ആവുന്ന സമയത്ത് ഇവരാരും ഈ പറയുന്ന പോലെ നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നത്, അവർ UK വന്നു കഴിയുമ്പം അവർ ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം സ്റ്റുഡൻസ് ആണ്. ഫുൾ ടൈം സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നത്, അവർക്ക് രാവിലെ ക്ലാസ് ഉണ്ട്, ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ട്, വൈകിട്ട് ക്ലാസ് ഉണ്ട്. അപ്പം ഫുൾ ടൈം സ്റ്റുഡൻസ് എന്ത് ചെയ്യും, രാവിലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് രാവിലെ ക്ലാസ്സിൽ പോകും, ഉച്ചയ്ക്ക് ക്ലാസ്സിൽ പോകും, വൈകിട്ട് ക്ലാസ്സിൽ പോകും. ഈ ക്ലാസ്സിൽ പോകുന്ന സമയത്തെല്ലാം ഈ പറയുന്ന ഇംഗ്ലീഷുകാരായിട്ടുള്ള ഇവിടെ താമസിച്ചുള്ള ഇവിടെ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുമായിരിക്കും, അവർ ജോലിക്ക് പോകുമായിരിക്കും. സോ അവർ ഇംഗ്ലീഷുകാരായിട്ടുള്ള സ്റ്റുഡൻസ് ജോലിക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ഫുൾ ടൈം ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കോളേജിൽ പോയി പഠിക്കുന്നത്. സോ അവർ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ കൂടെ വരുന്നവരെല്ലാം ഇന്ത്യക്കാരാണ്, എല്ലാവരും ഇവിടെ ഇംഗ്ലീഷുകാരും പഠിക്കത്തില്ല, ഇംഗ്ലീഷുകാരും അങ്ങനെ ആ ഒരു മുൻധാരണ അല്ലെ അറിവില്ലായ്മയാണ്. അതൊരു എന്താ പറയുന്നത്, അവരുടെ ഇഗ്നോറൻസ് ആണ്. പക്ഷേ ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നാട്ടിൽ നിന്ന് ആൾക്കാരാണെങ്കിൽ പലരും പറയുന്നുണ്ട് ഇവിടെ ഇംഗ്ലീഷുകാരും പഠിക്കത്തില്ല, ഇവിടെ ഇംഗ്ലീഷുകാരും ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിൽ. അങ്ങനെയല്ല. റിയാലിറ്റി എന്ന് പറയുന്നത് പല ആൾക്കാർക്കും റെക്കോർഡഡ് സെഷൻസും നൈറ്റിലായിരിക്കും ഇവർക്ക് ക്ലാസ്സസ് വരുന്നത്. ഇവർ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് വീക്കെൻഡിലായിരിക്കും. അപ്പോൾ പാർട്ട് ടൈം സ്റ്റുഡൻസിന് സെപ്പറേറ്റ് കെയർ കൊടുക്കുന്നുണ്ട്. വീക്കെൻഡിലൊക്കെ ആണെങ്കിലും അവരുടെ ക്ലാസ്സസ് നടക്കുന്നത് ആ ടൈമുകളിലാണ്. അതായത് വൈകിട്ട് 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് ശേഷവും അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ പോലുള്ള ദിവസങ്ങളിലുമാണ് കൂടുതലും ഈ പാർട്ട് ടൈം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്ലാസ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ UK തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റികളാണെന്നും UK എന്താ പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളുണ്ടെന്നും അവിടെ പഠിക്കുന്ന എല്ലാവരും ഇന്ത്യക്കാരാണെന്നും ഒക്കെ അറിവില്ലാതെ പറയുമ്പം റിയാലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ഒരു ഫാക്ട് ചെക്ക് നടത്തിയതിന് ശേഷം ഒന്നുകൂടെ ചെയ്യാൻ ഞാൻ ഓർപ്പിക്കുകയാണ് ഇങ്ങനത്തുള്ള പല മാധ്യമപ്രവർത്തകരെ. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോകാൻ. വേറൊരാൾ തന്നെ, അതും ലീഡ്സിൽ തന്നെ ഉള്ള ഒരാളാണ്. അതിനെ നോക്കുക, 2015 to 2017 എക്സ്റ്റൻഡഡ് ഡിപ്ലോമ ഉണ്ട്. അത് കഴിഞ്ഞ് നാഷണൽ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ 2 വർഷം കൊണ്ട്, അതും ലീഡ്സ് കോളേജ് ഓഫ് ബിൽഡിങ്ങിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് 2018 to 2021 ഹയർ നാഷണൽ ഡിപ്ലോമ എടുത്തു. അങ്ങനെ ആ ഡിപ്ലോമയ്ക്ക് ശേഷം 2021 to 2023 എന്ത് ചെയ്തു, ലീഡ്സ് പെക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതെടുത്തു, എന്താ പറയുന്നത്, ബാച്ചിലേഴ്സ് എടുത്തു. എന്നിട്ട് 2024 മുതൽ മാസ്റ്റേഴ്സ് ഇൻ ബിൽഡിംഗ് സർവീസസ്, അത് മാസ്റ്റേഴ്സിനും പഠിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പോയി. ഇദ്ദേഹത്തിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് നോക്കാം, ഒരേ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. 2017 മുതൽ ഇപ്പം വരെ 7 വർഷം 11 മാസം, ഏകദേശം 8 വർഷമായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ മിക്കവാറും മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കത്തില്ല, താഴെ നിന്ന് അപ്രൻറ്റീസ് ലെവലിൽ നിന്നായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 2017 പുള്ളി എന്തെടുക്കുമായിരുന്നു, പുള്ളിക്കാരൻ എക്സ്റ്റൻഡഡ് ഡിപ്ലോമ പഠിക്കുന്നേ ഉള്ളൂ. ആ സമയത്താണ് പുള്ളിക്കാരൻ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് കയറിയത്. അപ്പോൾ ഇങ്ങനെ കയറുന്ന ആളുകൾ ഗ്രാജുവേറ്റ് ആവുന്ന സമയത്ത് തന്നെ എന്താ പറയുന്നത്, IEng ഇൻ്റഗ്രേറ്റഡ് എഞ്ചിനീയറും അതുപോലെ ചാർട്ടേഡ് IEng CEng ഒക്കെ എഴുതിയെടുത്ത് അവർ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറായിട്ട് മാറി. ഗ്രാജുവേറ്റ് ആവുന്ന സമയം മുതൽ തന്നെ മാർക്കറ്റ് റെഡി ആയിട്ടുള്ള, അതായത് മാർക്കറ്റിൽ ഇന്ന് മുതൽ പണിയെടുക്കാൻ റെഡി ആയിട്ടുള്ള എഞ്ചിനീയേഴ്സായിട്ടാണ് ഇവർ ഗ്രാജുവേറ്റ് ആവുന്നത്. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ സിസ്റ്റമാണ് കൊണ്ടുവരേണ്ടത് ബേസിക്കലി. അതായത് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാം,
ഇപ്പം യു കെയിൽ പഠിച്ച, ഇപ്പം ഞാൻ യു കെ പഠിച്ചാണ്, യു കെ പഠിച്ച ഏതൊരു എക്സ് ഓർ വൈ ഏതൊരു പേഴ്സണോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റ് ലെവലുള്ള അല്ലെങ്കിൽ ഇന്ന് ജോലിക്ക് എടുത്താൽ നാളെ മുതൽ ഒരു ഗൈഡൻസും ഇല്ല പണിയെടുക്കാൻ പറ്റുന്ന സ്കില്ല് യു കെയിലാട്ടെ നാട്ടിലാട്ടെ പഠിച്ച ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. യു കെയിൽ വലിയ ഭയങ്കര എഡ്യൂക്കേഷനാണ്, നാട്ടിലെ കൂട്ടല്ലെന്നൊക്കെ പറയുന്ന ആളുകൾ പോലും ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം മനസ്സിലാക്കുന്ന ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഭീകര പഠിത്തമൊന്നുമല്ല യു കെയിലുള്ളതും. ഓക്കെ, കുറച്ചും കൂടെ സിലബസ് കുറച്ചുകൂടെ മോഡേൺ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്, ഇതൊക്കെ ട്രൂത്താണ്. അതായത് ഇപ്പം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചാണ്, ഞാൻ നാട്ടിൽ പഠിച്ചതെല്ലാം കുറേ തിയറി ബേസ്ഡ് ആണ്, ഇവിടെ കുറേ സോഫ്റ്റ്വെയർ ബേസ്ഡും ഡിസൈൻ ബേസ്ഡും ഒക്കെ തന്നെയാണ് പഠിച്ചത്. പക്ഷേ അതൊക്കെ സത്യമായിരിക്കെ തന്നെ ഞാൻ നാളെ എന്നെ ഒരു ജോലിക്ക് കൊണ്ടുവരുത്തിയിട്ട് പണിയെടുത്തോളാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല പണിയെടുക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പണിയെടുക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ഞാൻ അത്ര നല്ലപോലെ തന്നെ പഠിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഇവിടുത്തെ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്രൻറ്റീസ് എന്നുള്ള രീതിയിൽ പഠിച്ച് വളരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഗ്രാജുവേറ്റ് ആവുന്ന പോയിന്റിൽ 5 വർഷം 6 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് ഇവർ ഗ്രാജുവേറ്റ് ആവുന്നത്. സോ ആ ഒരു രീതി നമ്മുടെ നാട്ടിൽ അവലംബിച്ചാൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലി എന്താണ് ജോലിയെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും കൃത്യമായ ഐഡിയ ഉണ്ടാവുകയും ചെയ്യും. അതുമാത്രമല്ല ഇവർക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, സ്വന്തമായിട്ട് കാശുണ്ടാക്കി സ്വന്തമായിട്ട് ജീവിച്ചുകൊണ്ട് തന്നെ പണി പഠിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥയായിരിക്കും. അപ്പം ഇപ്പോൾ പല ആളുകളും 26ഉം 28ഉം വയസ്സൊക്കെ ആയിട്ട് പോലും എക്സ്പീരിയൻസ്ഡ് ഒന്നും ആവാതെ ഒരു ജൂനിയർ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ 22, 23, 24 മാക്സിമം വയസ്സിനുള്ളിൽ വളരെ കോമ്പിറ്റൻ്റ് ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ അപ്പം മുതൽ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി ഉള്ള ആളുകളായിട്ടായിരിക്കും അവർ പഠിച്ചിറങ്ങുന്നത്. സോ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയും കൂടെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ ആരെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ മലയാളികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യക്കാർ മാത്രമേ പഠിക്കുന്നുള്ളൂ, അതൊരു തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരെ കാണിച്ചു കൊടുക്കുക. അതുപോലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യു കെ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഗൈഡ് ലൈനും അതുപോലെ എഞ്ചിനീയറിംഗ് പോലത്തെ കോഴ്സുകൾ എടുക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഓരോ ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അപ്രൂവ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ അത്രയും കോമ്പിറ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ യു കെയിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തട്ടിക്കൂട്ടെന്ന് പറഞ്ഞൊരു സെറ്റപ്പ് യു കെയിൽ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ മലയാളികൾ മാത്രം കാണുന്നു എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇതുപോലത്തെ മണ്ടത്തരം ചിന്തിച്ച് വെക്കുന്ന ആരെങ്കിലും, മണ്ടത്തരം എന്ന് പറയുന്നത് ഒഫൻസീവായിട്ട് ചിന്തിക്കരുത്, ഈ ഒരു തെറ്റിദ്ധാരണ ഉള്ള ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ഇതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവുള്ള വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ കാണാം. ഇന്നൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.